ഹലോ ഫ്രണ്ട്സ്, വണ്ടി സ്വിഫ്റ്റ് ഡീസൽ 2012 മോഡലാണ് വണ്ടി 1,40,871 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു 10 ദിവസം മുന്നേ കമ്പനി സർവീസ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ്. ഇതുണ്ടോ, ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കണ്ടില്ലേ, 4-ാം തീയതി കഴിഞ്ഞതാണ് സർവീസ്. അപ്പോൾ കസ്റ്റമർ ഓൾറെഡി കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഇപ്പോൾ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ഫിംഗർ പൊട്ടിയെന്നാണ് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഹാർഡും അതുപോലെ തന്നെ ഗിയർ ഏതും വീഴുന്നില്ല. എന്നുവെച്ചാൽ ബ്ലീഡിങ്ങിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കംപ്ലയിൻ്റ് അല്ല ഇതിനകത്തുള്ളത്. എനിക്ക് തോന്നുന്നു പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗർ പൊട്ടിയിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഗിയർ കറക്റ്റ് ഡിസെൻഗേജ് ആകുന്നില്ല ക്ലച്ച് പ്ലേറ്റ്. അതുകൊണ്ടാണ് ഗിയർ വീഴാത്തത്. ഏത് ഗിയറും വീഴുന്നില്ല. നോർമൽ കണ്ടീഷനിൽ വീഴുന്നുണ്ട്, പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലച്ച് ഒട്ടിയിട്ട് ഗിയർ ഇടുമ്പോൾ വീഴുന്നില്ല. പെഡലൊക്കെ ഉണ്ട്, പെഡലൊക്കെ കറക്റ്റാണ്, ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഇത് ഓൾറെഡി കസ്റ്റമർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് ആകെ 3-4 ദിവസം ആയിട്ടുള്ളൂ. ഇതുണ്ട്, 4-ാം തീയതി, ഇന്ന് 7-ാം തീയതി, ഒരു 3-4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ ഇനി എന്താണെന്നുള്ളത് അറിയില്ല, എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല. ക്ലച്ച് ഫുള്ളായിട്ട് പോയി വഴിയിൽ നിന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടോയിൻ ചെയ്തിട്ട് കൊണ്ടുപോവാണ്, ഒരു പിക്കപ്പിൽ കെട്ടി വലിച്ച് കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ ഗാരേജിൽ പോയിട്ട് ഇതിൻ്റെ എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ഇപ്പോൾ എന്താ പറയുക ആയിട്ട് പറയുന്നതല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രഷർ പ്ലേറ്റ് ഹാർഡാണോ എന്താണെന്നുള്ളത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ക്ലച്ചിൽ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി സ്വിഫ്റ്റിനൊന്നും അങ്ങനെ ക്ലച്ച് പെഡൽ ഹാർഡേ ആവില്ല. അങ്ങനെ ഹാർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും, അത് കൈയോടുകൂടെ മാറ്റി വിടുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനെ വഴിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പോൾ എന്തായാലും ഗ്യാരേജിൽ പോയിട്ട് നമുക്കൊന്ന് അഴിച്ച് നോക്കാം എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത്. നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് എന്ത് പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ക്ലച്ച് ചവിട്ടിയിട്ടും പെഡലുണ്ടായിട്ടും ഗിയർ വീഴാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ എത്തിയിട്ട് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ സർവീസ് കഴിഞ്ഞിട്ടാകെ ഇത് ഒരു 100 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കണ്ടോ, 15,796 നെക്സ്റ്റ് സർവീസ് പറയുന്നത്. എന്ന് വെച്ചാൽ 10,000 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14,796 ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 100 ആയിട്ടില്ല, ഒരു 10-50 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഇങ്ങനെ വഴിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഇത് കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്താണെന്നറിയില്ല, എവിടെ ഫോൾട്ട് എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ നേരത്തെ കംപ്ലയിൻറ്റ് കിട്ടാഞ്ഞിട്ടാണോ ഇനി അവർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് അഴിച്ചിട്ട് നോക്കാം എന്താ ഫോൾട്ട് എന്നുള്ളത്. നമ്മൾ ഗ്യാരേജ് എത്താനായി, ഇനിയിപ്പോൾ ഒന്ന് അഴിച്ചിട്ട് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് നോക്കാം. സ്വിഫ്റ്റിൻ്റെ ക്ലച്ചൊക്കെ ഇറക്കാനായിട്ട് വളരെ ഈസിയാണ്. ചുറ്റു ബോൾട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഒരു ബോൾട്ട് മാത്രം അഴിച്ചാൽ മതി, ഇറക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, ഞാൻ ഇറക്കിയിട്ട് കംപ്ലയിൻറ്റ് മാത്രം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഇതിൻ്റെ റിലീസ് ബെയറിങ് നമ്മൾ ക്ലച്ച് ഗിയർ ബോക്സ് ഇറക്കിയിട്ട് ഇതിൻ്റെ റിലീസ് ബെയറിങ് വരുന്ന ഹൈഡ്രോളിക് ടൈപ്പാണ്, ഓയിലാണ്, ബ്രേക്ക് ഓയിലിൻ്റെ ഇതിലാണ് വർക്കാകുന്നത്. അത് നല്ല പ്ലേ ആണ്. അതുമാത്രമല്ല ഇത് ഫിംഗറല്ല ഇതിനകത്ത് പൊട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ക്ലച്ച് പ്ലേറ്റിലെ സ്പ്രിങ് ഉണ്ട്, ഒരു ഡാമ്പിങ് സ്പ്രിങ് എന്നാണ് പറയുക. അത് റൊട്ടേറ്റിംഗ് സഡനായിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ക്ലച്ചിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ആ ഷോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പ്രിങ് കൊടുത്തിരിക്കുന്നത്. ആ സ്പ്രിങ്ങും ആ ഒരു പ്ലേറ്റ് പോലുള്ള കാണുന്ന സാധനം അതായിരുന്നു. അപ്പോൾ അത് പൊട്ടിയിരിക്കുകയാണ് ഇതിനകത്ത്. ഇത് മേ ബി റഫ് യൂസ് ഉണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ പൊട്ടാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ക്ലച്ച് എടുക്കുക, ആക്സിലേറ്റർ കൊടുത്ത് പെട്ടെന്ന് ഇങ്ങനെ വിട്ടെടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇത് ക്ലച്ച് നമ്മളിങ്ങനെ യൂസ് ചെയ്താൽ പഴകിയാലും ഈ ഒരു കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ക്ലച്ച് തേഞ്ഞിട്ടുമുണ്ട് നല്ലവണ്ണം, എന്നാലും കുറച്ചുകൂടെ ഓടും, ഒരു 10,000 കിലോമീറ്റർ കൂടെയൊക്കെ ഓടുള്ളൂ. പിന്നെ ക്ലച്ച് കവറിന് വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, കറക്റ്റ് തന്നെയാണ് ഇരിക്കുന്നത്. എന്താ വെച്ചാൽ ആ സ്പ്രിങ് പൊട്ടി അതിൽ വീണതിൻ്റെ ഒരു സ്ക്രാച്ചസേ ഉള്ളൂ. നമ്മൾ മാറ്റുമ്പോൾ കംപ്ലീറ്റ് ഫുള്ളായിട്ടാണ് അത് മാറ്റുക. അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങും പക്ക പോയിട്ടുണ്ട്. അതിൻ്റെ ബെയറിങ് ഈ സ്പ്രിങ് ചാടിയത് കൊണ്ട് ആ ടെൻഷനിൽ പോയതാണെന്ന് തോന്നുന്നുണ്ട് റിലീസ് ബെയറിങ്. പക്ഷേ ലീക്കൊന്നുമില്ല. എങ്കിലും നമ്മൾ ക്ലച്ച് മാറുമ്പോൾ അതിൻ്റെ ഫുൾ സെറ്റ് കംപ്ലീറ്റും ആണ് എപ്പോഴും മാറാറ്. ക്ലച്ച് റിലീസ് ബെയറിങ്ങും ഈ ക്ലച്ചിൻ്റെ പ്ലേറ്റും ഏകദേശം നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന്. 3,545 രൂപ എന്തോ ക്ലച്ച് പ്ലേറ്റും ഈ സെറ്റോട് കൂടിയിട്ട് വരുന്നത്. ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും കൂടിയിട്ട് റിലീസ് ബെയറിങ്ങിനാണെങ്കിൽ ഏകദേശം 3,300 ചില്ലാനോ 400 ചില്ലാനോ വരുന്നുണ്ട്.
അപ്പോൾ അത്രയും റേറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അഴിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഗിയർ ബോക്സ് ഇറക്കുമ്പോൾ കംപ്ലീറ്റ് ഫുൾ സെറ്റ് അതിനകത്ത് മാറുന്നത് ഏറ്റവും നല്ലതാണ്, ഏറ്റവും ബെറ്ററാണ്. അതുമാത്രമല്ല റിലീസ് ബെയറിങ്ങിൽ വരുന്ന ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ഉണ്ട്. ആ സംഗതിയും കൂടെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ മാറ്റുന്നത് നല്ലത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലീക്കോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗിയർ ബോക്സ് കംപ്ലീറ്റ് ഇറക്കിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നമുക്കൊന്നും ക്ലിയറായിട്ട് വെളിയിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനടി മാറ്റി വിടുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫ്ലൈ വീല് ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്ലൈ വീല് ഡാമേജ്, അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ഡാമേജ്, ഉള്ളിൽ ആ ചെറിയൊരു സ്ക്രാച്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ നമ്മൾ ഈ പ്ലേറ്റ് ഇരിക്കുന്ന ഭാഗത്തൊന്നും പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം എമറിയിട്ട് ക്ലീൻ ചെയ്തിട്ട് കയറ്റാവുന്നതാണ്. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും ഇതിനകത്ത് ഇല്ല. പിന്നെ അതുപോലെ ക്ലച്ച് പ്ലേറ്റിൻ്റെ ബോൾട്ട് മാറുന്നത് നല്ലതാണ്. അത് മാറണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫ്ലവർ ടൈപ്പാണ് വരുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്ലിപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ സ്ലിപ്പ് കൊണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾക്ക് ഇറക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവും. സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ തട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ ഊരേണ്ടി വരും. അപ്പോൾ ആ ബോൾട്ടൊക്കെ കിട്ടാൻ ഈസിയാണ്, അതുപോലെ ചെറിയ വിലയുള്ളൂ. അപ്പോൾ അതിൻ്റെ ബോൾട്ടും കൂടെ കൈയോടുകൂടെ മാറ്റി വിടുന്നത് നല്ലതാണ്. നമുക്കിതിൻ്റെ റിലീസ് ബെയറിങ് പക്ക പോയതാണിത്. കംപ്ലീറ്റ് നല്ല ഷെയ്ക്ക് ഉണ്ട് അതിനകത്ത്. ലീക്ക് വന്നിട്ടില്ലെങ്കിലും അതിലുള്ള ബെയറിങ് പോയിട്ട് കംപ്ലീറ്റ് നല്ല ഷെയ്ക്കാണ്. എന്തായാലും റിലീസ് ബെയറിങ് ഇതിനെ മാറണം. അതുപോലെ തന്നെ ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റിനല്ല ഇതിന് കംപ്ലൈൻറ്റ് സംഭവിച്ചിരിക്കുന്നത്, പ്രഷർ പ്ലേറ്റിനാണ്, ഫ്രിക്ഷൻ പ്ലേറ്റിന്. ക്ലച്ച് കവറിന് വലിയ പ്രശ്നമില്ല, ഫിംഗറൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, വലിയ ബുദ്ധിമുട്ടായിട്ടില്ല. ഈ സ്പ്രിങ് വന്നിട്ട് ഇവിടെ ലോഡായതിൻ്റെ നല്ല മാർക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഗിയർ വീഴാതിരുന്നിരിക്കുന്നത്. നമ്മൾ ഗിയർ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചുമ്മാ കിടന്ന് ഒരയായിരുന്നു. ആ ഒരയുന്നത് ഇതിനകത്താണ് ഉറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റിനാണ് ഡാമേജ് സംഭവിക്കുന്നത്. വെച്ചാൽ സ്പ്രിങ്ങൊക്കെ പുറത്ത് ചാടിയിരിക്കുന്നതാണ്. ഇത് ഡാമ്പിങ് സ്പ്രിങ്ങാണിത്. ഈ മൂന്നല്ല ഇത് ഫുള്ളായിട്ട് 4 സെറ്റ് ഡാമ്പിങ് സ്പ്രിങ്ങാണ് വരുന്നത്. ഒരു ചെറിയൊരു ആക്ഷൻ അതിനകത്ത് വരും, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി പുറത്ത് ചാടിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫുൾ സെറ്റായിട്ട് തന്നെ മാറി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലൈ വീലിന് വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് നമുക്ക് നല്ലവണ്ണം എമരി ഇട്ടിട്ട് തേച്ചിട്ട് നമുക്ക് കയറ്റിയാൽ മതി. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതിനകത്തില്ല. മറ്റേ സ്പ്രിങ് ചാടിയതിൻ്റെ പ്രശ്നങ്ങളോ, ഈ ഭാഗത്ത് മാത്രം ചെറുതായിട്ടൊരു സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. അത് വലിയ കുഴപ്പമുള്ള കേസല്ല. പിന്നെ നമുക്കിത് ഇതന്നെ നല്ലോണം എമരിയിട്ട് ക്ലീൻ ചെയ്തിട്ട് പുതിയ ക്ലച്ച് സെറ്റ് നമുക്ക് ഇതിനകത്ത് പിടിപ്പിക്കാം. നമുക്കിതാണ് റിലീസ് ബെയറിങ് വരുന്നത്. 3575 രൂപ വരുന്നുണ്ട് MRP. ഇത് മാരുതിയുടെ ഒറിജിനൽ തന്നെയാണ്. ഇതൊന്നും എപ്പോഴും ഔട്ടർ മാർക്കറ്റ് പാർട്സ് ഇടാതിരിക്കുക. എന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ അത് വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഡിഫോൾട്ട് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇത് ഇപ്പോൾ ന്യൂ മോഡൽ ഇങ്ങനെ ബൂട്ടോട് കൂടിയിട്ടാണ് വരുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ടെന്നുള്ളത് സ്പ്രിങ് ഔട്ടർ സ്പ്രിങ് മാത്രം ഇട്ടിട്ടാണ് വരുന്നത്. ഇപ്പോൾ അതിൽ മാറ്റം വരുത്തിയിട്ട് നല്ല ബൂട്ടൊക്കെ വെച്ചെന്ന് വെച്ചാൽ ഡസ്റ്റ് കയറാതിരിക്കാനാണ്. ഇത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആകുമ്പോൾ ഡസ്റ്റ് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ക്ലച്ച് സെറ്റ് എന്ന് പറയുമ്പോൾ പ്രഷർ പ്ലേറ്റ്, ഫ്രിക്ഷൻ പ്ലേറ്റ്, എന്നിട്ട് ക്ലച്ച് കവറും ക്ലച്ച് ഡിസ്ക്, ഇത് രണ്ടും സെറ്റോട് കൂടിയിട്ട് വരുന്നത്. അതിന് 1455 രൂപ MRP വരുന്നത്. ഡിസ്കും കവറും ഇതിൽ ഒരുമിച്ചാണ് വരുന്നത്. ഇതാണ് ഡിസ്ക് വരുന്നത്. ഇതിൽ സ്പ്രിങ്ങാണ് ചാടിപ്പോയിട്ട് പൊട്ടി പുറത്ത് വന്നിരിക്കുന്നത്. ഇതൊരു ഡാമ്പിങ് സ്പ്രിങ്ങാണ് ഇതിനകത്ത് വരുന്നത്. ഒരു വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റിൽ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രിങ്ങാണ് ഈ 4 വരുന്നത്. അതാണ് ഈ നമ്മുടെ പഴയ ക്ലച്ച് സെറ്റിനകത്ത് ഡാമേജ് ആയി പോയിരിക്കുന്നത്. ഇത് വാല്യൂവിൽ തന്നെ MGP ആണെന്നുണ്ടെങ്കിലും വാല്യൂയുടെ കമ്പനിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് സെറ്റ് ചെയ്യാം.
റിലീസ് ബെയറിംഗ് മാറാനായിട്ട് ആ 310 ബോൾട്ട് വരുന്നുള്ളൂ, മൗണ്ടിങ് ബോൾട്ട്. അത് കയറ്റി ഇതൊരു 11 നെറ്റ് വരുന്നുണ്ട്, ഫ്ലൂയിഡിലേക്ക് വരുന്നു. അതൊന്ന് അയച്ചാൽ ഈസിയായിട്ട് നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ പഴയ റിലീസ് ബെയറിംഗ് നല്ലോണം ഷെയ്ക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ. എപ്പോഴും കയറ്റുമ്പോൾ അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. ചില സമയങ്ങളിൽ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഗിയർ ബോക്സ് ഇറക്കേണ്ട അവസ്ഥ വരും. അത് ബോൾട്ട് ഇട്ടതിന് ശേഷം കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്താൽ മതി. ഇപ്പോൾ വർക്ക് നമ്മൾ ക്ലച്ച് സെറ്റ് കംപ്ലീറ്റും മാറിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ പെഡലൊക്കെ നല്ല ഫ്രീ ആണ്, നല്ല സ്മൂത്തായിട്ടുണ്ട്. എന്താ വെച്ചാൽ പുതിയ ക്ലച്ച് ഇടുമ്പോൾ എപ്പോഴും എല്ലാ വണ്ടിയിലും സ്മൂത്താവും. ഇതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നതല്ല. ക്ലച്ച് സെറ്റും അതുപോലെ റിലീസ് ബെയറിംഗ് എല്ലാം മാറുമ്പോൾ പക്ക സ്മൂത്താവും. ഇപ്പോൾ ഗിയറും കറക്റ്റ് വീഴുന്നുണ്ട്, നല്ല സ്മൂത്തിൽ വീഴുന്നുണ്ട്. കറക്റ്റാണ്, റിവേഴ്സൊക്കെ എല്ലാം കറക്റ്റാണ്. എന്തെങ്കിലും ടൈറ്റോ അല്ലെങ്കിൽ ഗിയർ ക്ലച്ച് കുറവാണെന്നുണ്ടെങ്കിൽ റിവേഴ്സിന് ഫസ്റ്റിനും ടൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ അതൊന്നും ഇല്ല, ടൈറ്റും സൗണ്ടും ഉണ്ടാവും. ഇപ്പോൾ അതൊന്നും ഇതിനകത്തില്ല, കറക്റ്റാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ. അന്ന് ആ സർവീസിന് പക്കയായിട്ട് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു എന്താ പറയുക, ടോ ഇൻചാർജ് അതുപോലെ വഴിയിൽ നിൽക്കുന്ന ഒരു കംപ്ലൈൻറ്റ് ഒഴിവാക്കായിരുന്നു. അത് അത്രയും ടൈറ്റ് ഉണ്ടായിരുന്നു. സ്വിഫ്റ്റിന് പ്രത്യേകിച്ച് ക്ലച്ച് പെഡൽ ടൈറ്റേ വരില്ല. ഇപ്പോൾ റൈസാവുന്നല്ലാതെ ക്ലച്ച് റൈസാവുന്നല്ലാതെ ഈ പെഡൽ ടൈറ്റ് വരാൻ ചാൻസ് 100-90% കുറവാണ് സ്വിഫ്റ്റിനൊക്കെ. അപ്പോൾ ഈ മാറ്റി ഇൻഡിക വിസ്റ്റ ലിനിയൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും ക്ലച്ച് പെഡൽ. ചിലപ്പോൾ ഹാർഡ് കൊണ്ടായിരിക്കും നമ്മൾ മാറുന്നത്. പക്ഷേ സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കാലം ഈ പെഡൽ ഒരിക്കലും അത്രയ്ക്കങ്ങ് ഹാർഡാകില്ല. നമുക്ക് കാല് വേദന എടുക്കുന്ന പോലെ ഒരു ഹാർഡ്നെസ് ഡിസ്കിനകത്ത് വരില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ എന്തെങ്കിലും പൊട്ടിയാൽ മാത്രമേ അങ്ങനെയുള്ള ഹാർഡ് വരുള്ളൂ. അപ്പോൾ ഇതിന് നേരത്തെ സർവീസിന് കൊടുക്കുമ്പോൾ തന്നെ ഇത് പെഡൽ നല്ലോണം ഹാർഡ് ഉണ്ടായിരുന്നു, നല്ല ഹാർഡായിരുന്നു ചവിട്ടുമ്പോൾ. അപ്പോൾ അതെന്തോ ചെക്ക് കഴിഞ്ഞിട്ടാണ്, ഇനിയിപ്പോൾ എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി സ്മൂത്താണ്, ഓടിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പെയിൻറ്റിങ് വർക്ക് ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.